പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഈശോയിലേറെ സ്നേഹമുള്ളവരെ, ഷെക്കീന മിനിസ്ട്രിയുടെ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഉത്തിതനായ ഈശോയുടെ സമാധാനം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സഭയെയും ലോകം മുഴുവനെയും ഭരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. നമ്മൾ വിശ്വാസ പ്രമാണം ചെല്ലുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്ന വിശ്വാസ സത്യങ്ങളിൽ ഒന്ന് ഇതാണ്: ഏകരക്ഷകനായ ക്രിസ്തു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തനായ പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുന്നു. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്തുകൊണ്ടാണ് പൗലോസ് ശ്ലീഹ അങ്ങനെ പറയുന്നത്? ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം എന്തുകൊണ്ടാണ് വ്യർത്ഥമായി തീരുന്നത്? അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെ പ്രസംഗം എന്തുകൊണ്ടാണ് വ്യർത്ഥമായി തീരുന്നത്? അതിനർത്ഥം ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വിശ്വാസ സത്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്നാണ്. എന്തുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ഉയർപ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമായിട്ട് മാറുന്നത്? നമ്മൾ ഉയർപ്പ് തിരുനാൾ ആഘോഷിച്ച് ഉയർപ്പ് തിരുനാളിൻ്റെ സന്തോഷത്തിൻ്റെ ദിനങ്ങളിലൂടെ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പെന്തക്കോസ്ത് തിരുനാളിനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് ഒരുങ്ങുകയാണ്. നമുക്കറിയാം, ഉത്തിതനായ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത് സമാധാനമാണ്. ഉത്തിതനായ ഈശോ ഏറ്റവും അധികം സംസാരിച്ച വാക്യം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് സമാധാനം എന്നുള്ളതാണ്. ഉത്ഥാനത്തിന് ശേഷം ഈശോ പ്രത്യക്ഷപ്പെട്ടവരോടൊക്കെ ഈശോ പറഞ്ഞത് ഇതാണ്: നിങ്ങൾക്ക് സമാധാനം. ഈസ്റ്ററിനെ സാധാരണ വിശേഷിപ്പിക്കുക പ്രത്യാശയുടെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ഹോപ്പ്, അല്ലെങ്കിൽ തിരുനാളുകളുടെ തിരുനാൾ, ഫീസ്റ്റ് ഓഫ് ഫെസ്റ്റിവൽസ് എന്നാണ് ഈസ്റ്ററിനെ വിശേഷിപ്പിക്കുക. എന്തുകൊണ്ടാണ് ഈസ്റ്ററിനെ അപ്രകാരം വിശേഷിപ്പിക്കുന്നത്? ക്രിസ്തുവിൻ്റെ ഉയർപ്പ് നമ്മുടെ ജീവിതത്തിന് പ്രത്യാശ നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ്. ക്രിസ്തുവിനെ സമാധാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിൽ നമുക്കറിയാം, വിശുദ്ധ കുർബാനയ്ക്കിടയിൽ വൈദികൻ, ജനങ്ങൾക്ക് കാർമ്മികൻ, സമാധാനം നിങ്ങളോട് കൂടെ, പീസ് ബി വിത്ത് യു എന്ന് ആശംസിക്കാറുണ്ട്. അങ്ങനെ ആശംസിക്കുമ്പോൾ അതിനർത്ഥം ക്രിസ്തു നിങ്ങളോട് കൂടെ എന്നാണ്. റോമ 16:20 നമ്മുടെ ഇപ്രകാരം പറയുന്നു: സമാധാനത്തിൻ്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കീഴിലാക്കി തകർത്ത് കളയും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 16-ാം അധ്യായം 20-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ ദൈവത്തെ സമാധാനത്തിൻ്റെ ദൈവം എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒപ്പം നമുക്കറിയാം, എഫെസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ വീണ്ടും പറയുന്നുണ്ട്: അവൻ നമ്മുടെ സമാധാനമാണ്. എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14 മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരമാണ്: അവൻ നമ്മുടെ സമാധാനമാണ്, ഇരു കൂട്ടരെയും അവൻ ഒന്നിപ്പിക്കുകയും ശത്രുതയുടെ മതിലുകൾ തകർക്കുകയും ചെയ്തു. കൽപ്പനകളുടെയും ചട്ടങ്ങളുടെയും ആധിപത്യം അവൻ തന്റെ ശരീരത്തിലൂടെ ഇല്ലാതാക്കി. ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സംസ്ഥാപിക്കാനും കുരിശ് വഴി ഒരേ ശരീരത്തിൽ ഇരു കൂട്ടരെയും ദൈവത്തോട് അനുരഞ്ജിപ്പിക്കാനും അങ്ങനെ തന്നിലൂടെ ശത്രുത അവസാനിപ്പിക്കാനുമാണ് അവൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ പൗലോസ് ശ്ലീഹ പറയുകയാണ്, ക്രിസ്തു സമാധാനമാണ്, ഇരു കൂട്ടരുടെയും സ്ഥാനത്ത് ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിച്ചുകൊണ്ട് സമാധാനം സ്ഥാപിക്കുക. അതുകൊണ്ട് തന്നെയാണ് ഈസ്റ്റർ പ്രത്യാശയുടെ തിരുനാൾ എന്ന് അറിയപ്പെടുക. ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം, ഉത്തിതനായ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം ഞാൻ പറഞ്ഞു, അത് സമാധാനമാണ്. ഇന്ന് നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് അത് തന്നെയാണ്. ഇന്ന് ഒത്തിരി പേര് ടെൻഷനിൽ ജീവിക്കുന്നവരാണ്, ഡിപ്രഷനിൽ കഴിയുന്നവരാണ്, ആത്മഹത്യ ടെൻഡൻസി കൂടി വരികയാണ്, ഡിപ്രഷനുള്ള മരുന്ന് കഴിക്കുന്നവരുടെ എണ്ണം കൂടി വരുന്നു. ലോകത്തെ യുദ്ധത്തിൻ്റെ സാഹചര്യം, കുടുംബങ്ങളിൽ സമാധാനമില്ലാത്ത സാഹചര്യം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, മാതാപിതാക്കൾ മക്കൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിലൊക്കെ സ്നേഹമില്ലാത്ത സാഹചര്യം, ഗ്രൂപ്പുകൾക്കിടയിൽ ജോലി ചെയ്യുന്നവർക്കിടയിലൊക്കെ തർക്കങ്ങൾ, അസ്വസ്ഥതകൾ, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം. അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്ക് ഏറ്റവും ആവശ്യമുള്ളത് നമുക്കറിയാം, സമാധാനമാണ്. ചിലപ്പോഴൊക്കെ നമ്മളും കാഷ്വലായിട്ട് പറയാറുണ്ട്, എനിക്കിതിന് സമാധാനം തരുമോ? നമ്മൾ ചോദിക്കാറുണ്ട്.
സമാധാനം നമുക്ക് എല്ലാവർക്കും ആവശ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ ഇന്ന് ഏറെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാധനം സമാധാനം തന്നെയാണ്. ഉത്തിതനായ ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സമ്മാനവും സമാധാനം തന്നെയാണ്. എന്തുകൊണ്ടാണ് സമാധാനമാണ് ഉത്തിതനായ ഈശോയുടെ സമ്മാനം എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം? വാട്ട് ഈസ് എ റീസൺ? അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. കാരണം നമുക്കറിയാം, ഒരു മനുഷ്യന് 3 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്: ആത്മാവ്, ശരീരം, മനസ്സ്. അത് കൂടുമ്പോഴാണ് സമഗ്രമായ ഒരു വ്യക്തിത്വം ഒരു മനുഷ്യൻ രൂപപ്പെടുക. ഈ 3 മേഖലയിലും അവന് സമാധാനം ഉണ്ടാകുമ്പോഴാണ്, അവന് സന്തോഷമുണ്ടാകുമ്പോഴാണ്, അവന് രക്ഷ ഉണ്ടാകുമ്പോഴാണ് അവൻ്റെ ജീവിതം, ഒരു മനുഷ്യൻ്റെ ജീവിതം ധന്യമാകുക. ഉത്തിതനായ ഈശോ ഒരു മനുഷ്യൻ്റെ ഈ 3 മേഖലകളെയും സ്പർശിക്കുന്ന, ശക്തിപ്പെടുത്തുന്ന, ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവത്തെ ഉത്തിതനായ യേശുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് വചനത്തിന് വെളിച്ചത്തിൽ നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമതായിട്ട്, മനസ്സിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം, മനുഷ്യൻ്റെ കരച്ചിലുകൾ എണ്ണുന്ന ദൈവം. സങ്കീർത്തനം പറയുന്നത് പോലെ നമ്മുടെ കരച്ചിലുകൾ അവൻ എണ്ണിയിട്ടുണ്ട്, നമ്മുടെ കണ്ണീർ അവൻ കുപ്പിയിൽ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അത്രമാത്രം നമ്മുടെ മനസ്സിൻ്റെ മുറിവുകളെ കണ്ടറിയുന്ന, മനസ്സിൻ്റെ വേദനകളെ കണ്ടറിയുന്ന, നമ്മളെ കരച്ചിലുകളിൽ ആശ്വസിപ്പിക്കാൻ വരുന്ന ദൈവം. ഉത്തിതനായ ഈശോയുടെ ഏറ്റവും ആദ്യത്തെ വാക്യം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷ പ്രകാരം മഗ്ദലേന മറിയത്തോടാണ്. അത് വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്ക് കാണാം. മഗ്ദലേന മറിയത്തോട് കർത്താവ് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ ആരെയാണ് അന്വേഷിക്കുന്നത്? അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. മഗ്ദലേന മറിയം കല്ലറയിലേക്ക് പോയി മരണശേഷമുള്ള ശുശ്രൂഷകൾ, പ്രാർത്ഥനകൾ നടത്താനായിട്ട്. പക്ഷെ അവിടെ പോയപ്പോൾ ഈശോയെ കാണാനില്ല. അവൾക്ക് പേടിയായി, അവൾക്ക് സങ്കടമായി, അവൾ കരയുകയാണ്. അപ്പോൾ അവളുടെ വിഷമം കണ്ടറിഞ്ഞ് ഉത്തിതനായ ഈശോ ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം ഇതാണ്: സ്ത്രീയെ, നീ എന്തിനാ കരയുന്നത്? നീ എന്താണ് അന്വേഷിക്കുന്നത്? നിന്റെ പ്രശ്നം എന്താണ്? നീ ആരെയാണ് അന്വേഷിക്കുന്നതെന്ന് മഗ്ദലേന മറിയത്തോട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ അർത്ഥം ഇതാണ്: എന്താണ് നിന്റെ പ്രശ്നം? യേശുവിൽ സ്നേഹമുള്ളവരെ, ഈ ചോദ്യം മഗ്ദലേന മറിയത്തോട് മാത്രമല്ല ഈശോ ചോദിക്കുന്നത്. യേശുവിൽ വിശ്വസിക്കുന്ന നമ്മെല്ലാവരോടും ഈശോ ഈ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, ചോദിക്കുന്നുമുണ്ട്. മോനെ, മോളെ, നീ എന്തിനാണ് കരയുന്നത്? എന്താണ് നിന്റെ പ്രശ്നം? നീ എന്നോട് പറ, ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. പക്ഷെ നമുക്ക് യേശുവിൻ്റെ ഈ ചോദ്യം കേൾക്കാനായിട്ട് നമുക്ക് സമയമുണ്ടോ? നമ്മൾ തിരക്കിലാണ്. യേശുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയാനായിട്ട് നമുക്ക് സമയമുണ്ടോ? അവിടെ മഗ്ദലേന പറയുന്നുണ്ട്, എൻ്റെ ഗുരുവിനെ അവർ എടുത്തുകൊണ്ടുപോയി. നമുക്ക് ഈശോയുമായിട്ട് സംസാരിക്കാൻ നമ്മുടെ ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ സമയമുണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തണം. നമ്മുടെ കരച്ചിലുകൾ എണ്ണുന്ന, കരച്ചിലുകളിൽ ആശ്വാസമായി എത്തുന്ന ദൈവമാണ് ഉത്തിതനായ ഈശോ. ഈശോയെ കേൾക്കാൻ, അവനോട് സംസാരിക്കാൻ നമുക്ക് സമയമുണ്ടോ എന്ന് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. സങ്കീർത്തനം 147:3 നമ്മുടെ പ്രകാരം പറയുന്നു: അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വെച്ചു കെട്ടുകയും ചെയ്യുന്നു. നമ്മുടെ കരച്ചിലുകളിൽ ആശ്വസിപ്പിക്കാൻ വരുന്ന, നമ്മുടെ കരച്ചിലുകളെക്കുറിച്ച് ഒത്തിരി കൺസേൺ ഉള്ള, കെയർ ഉള്ള ദൈവത്തെ ഉത്തിതനായ യേശുവിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട്, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഉത്തിതനായ ഈശോ. എങ്ങനെയാണ് ഈശോ തൻ്റെ ഉത്ഥാനശേഷം താൻ കണ്ടുമുട്ടിയവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയത്? ഉത്തിതനായ ക്രിസ്തു പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വാക്യം ഇതാണ്: ഭയപ്പെടേണ്ട. ബൈബിളിൽ ഒത്തിരി തവണ നമുക്ക് ഈ വാക്യം കാണാനായിട്ട് സാധിക്കും. അത് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ പേടിച്ചിരിക്കുകയായിരുന്നു. യേശു ഉത്ഥാനം ചെയ്തൊക്കെ ആദ്യം വിശ്വസിക്കാൻ അവർക്കും ബുദ്ധിമുട്ടായിരുന്നു. തങ്ങളുടെ ഗുരുവിനെ കുരിശിൽ തറച്ചപ്പോൾ അടുത്ത ഊഴം, അല്ലെങ്കിൽ തങ്ങളും കൊല്ലപ്പെടാനുള്ളവരാണ് എന്നുള്ള ഭയം അവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അവരും പേടിച്ചിരിക്കുകയായിരുന്നു. ആ ശിഷ്യന്മാരോടാണ്, അപ്പോസ്തലന്മാരോടാണ് ഈശോ പറയുക, ഭയപ്പെടേണ്ട. അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന, ധൈര്യം പകർന്നു കൊടുക്കുന്ന നല്ലവനായ ദൈവം. ഈശോ ചുമ്മാ വാക്കിലൂടെ പറയുക മാത്രമല്ല, അവരെ ശക്തിപ്പെടുത്താനായിട്ട് അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ വർഷിക്കുന്നു നമുക്ക് കാണാനായിട്ട് സാധിക്കും. പെന്തക്കോസ്ത് തിരുനാളിലല്ല അപ്പോസ്തലന്മാർ ആദ്യമായിട്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചത്. ഈശോ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധാത്മാവ് കൊണ്ട്
അപ്പസ്തോലന്മാരെ നിറയുന്നതായിട്ട് വചനത്തിൽ നമുക്ക് വായിക്കാനായിട്ട് സാധിക്കും. ഈശോ പരിശുദ്ധാത്മാവിനെ അപ്പസ്തോലന്മാർക്ക് ദാനമായി നൽകുന്നുണ്ട്. അങ്ങനെ അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുകയാണ്. അവർക്ക് ദൗത്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കണം. ചുമ്മാ ദൗത്യം കൊടുക്കുക മാത്രമല്ല കർത്താവ് ചെയ്തത്, അതിനായി പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന, നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുന്ന, ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ഉത്തിതനായ ഈശോയെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. സ്നേഹമുള്ളവരെ, നമ്മളും ചിലപ്പോൾ നമ്മുടെ ആത്മാവ് ചിലപ്പോൾ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കാം, ഒന്നിനും ധൈര്യമില്ലാത്തൊരു സാഹചര്യമായിരിക്കാം, പേടിച്ചിരിക്കുന്ന സാഹചര്യമായിരിക്കാം, ജീവിതത്തിലെ പല അസ്വസ്ഥതയുടെ കടന്നു പോകുമ്പോഴേ ഇനി ഞാൻ എന്തു ചെയ്യുമെന്നുള്ള ഭയം നമ്മെ അലട്ടുന്നുണ്ടാകാം. ആത്മാവിന് ധൈര്യമില്ലാത്തൊരു സാഹചര്യം. ഇവിടെ ക്രിസ്തു പറയാണ്, ഭയപ്പെടേണ്ട. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് അവരുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തിയ അതേ ദൈവം, അതേ ഉത്തിതനായ ക്രിസ്തു ഇന്നും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നമ്മെ നിറച്ച് നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്താനായിട്ട് ഉത്തിതനായി ഈശോ ഇന്നും ആഗ്രഹിക്കുന്നുണ്ട്. നാം എത്രമാത്രം അതിന് പരിശ്രമിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നമ്മൾ മാമോദീസയിലൂടെ, ശൈര്യലേപനത്തിലൂടെ, മറ്റു കുദാശകളിലൂടെയൊക്കെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് അവിടുത്തെ സാക്ഷികളായി തീരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആത്മശോധന ചെയ്യേണ്ട ഒരു വിഷയമാണ്. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങൾ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ യേശുവിന്റെ സജീവ സാക്ഷികളായിട്ട് മാറുമെന്ന് അപ്പസ്തോല പ്രവർത്തനം 1:8 നമ്മോട് പറയുന്നുണ്ട്. പെന്തക്കോസ്ത് തിരുനാൾ നമ്മൾ ഒരുങ്ങുമ്പോൾ സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് പൗലോസ് ശ്ലീഹ തിമോഥെയോസിനോട് പറയുന്നത് പോലെ നിനക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നു. ഈശോ നമ്മോടും പറയുന്നുണ്ട്, മക്കളെ, നിങ്ങൾക്ക് ഞാൻ പരിശുദ്ധാത്മാവിനെ നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ഉജ്ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിന്റെ നിവേശനമനുസരിച്ച് നിങ്ങൾ ജീവിക്കണം. അവന്റെ വരദാന ഫലങ്ങൾ നിങ്ങൾ ഓരോ ദിവസവും നിറയണം. അപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവുക. അപ്പോഴാണ് ഭയമില്ലാതെ ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുക. ഈശോയുടെ സ്നേഹമുള്ളവരെ, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ, പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് ശക്തിപ്പെടുത്തിയ ഉത്തിതനായ ഈശോ നമ്മുടെ ആത്മാവിനെയും ശക്തിപ്പെടുത്താൻ, പരിശുദ്ധാത്മാവിനാൽ നിറച്ച് ശക്തിപ്പെടുത്താൻ ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിന് സമയമുണ്ടോ? നമ്മളതിന് പരിശ്രമിക്കുന്നുണ്ടോ? നമുക്ക് ആത്മശോധന ചെയ്യാം. പരിശുദ്ധാത്മാവിന്റെ വരദാന ഫലം നിറയുമ്പോൾ നമ്മുടെ ആത്മാവും ശക്തിപ്പെടും, നമ്മുടെ ജീവിതത്തിലും സമാധാനമുണ്ടാകും. ഇനി മൂന്നാമതായി, ഈശോ ഒരു മനുഷ്യന്റെ ആത്മാവിന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, മനസ്സിന്റെ കാര്യത്തിൽ മാത്രമല്ല ശ്രദ്ധിക്കുന്നത്, തൻ്റെ ശിഷ്യന്മാരുടെ ശരീരത്തിന്റെ കാര്യത്തിലും അവരുടെ വിശപ്പിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന ഒരു ദൈവത്തെ ഉത്തിതനായ ക്രിസ്തുവിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായം 15-ാം വാക്യത്തിൽ നമുക്കറിയാം, ഈശോ പറയുന്ന ഇപ്രകാരമാണ്: മക്കളെ, നിങ്ങൾ വന്ന് പ്രാതൽ കഴിക്കുവിൻ. ചുമ്മാ പറയുക മാത്രമല്ല, അവർക്കായിട്ട് അവിടെ ഭക്ഷണം, അപ്പം ഒരുക്കി വെച്ചിരിക്കുന്നു, അവിടെ മീൻ ചുട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നു. എന്നിട്ട് തൻ്റെ അപ്പസ്തോലന്മാരെ ഭക്ഷണത്തിനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് വിളിക്കുന്ന ഉത്തിതനായ ക്രിസ്തു. അതിൻ്റെ കോണ്ടെക്സ്റ്റും നമുക്കറിയാം. ഈശോ കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം, ശിഷ്യന്മാർ അവരുടെ പഴയ ജോലിയിലേക്ക് പോയി. അവർ ഭയപ്പെട്ട് അവരെ പഴയ ജോലിയിലേക്ക് അവർ തിരിച്ചുപോയി. ആ ശിഷ്യന്മാരെ തേടിക്കൊണ്ടാണ് ഈശോ കടൽ തീരത്തേക്ക് പോയത്. അവരൊത്തിരി സമയം മീൻ പിടിക്കാനായിട്ട് ചെലവഴിച്ചു. അവർക്ക് കാര്യമായിട്ട് മത്സ്യങ്ങളൊന്നും തന്നെ കിട്ടിയില്ല. ഈശോ തന്നെ അവരോട് പറയുന്നുണ്ട്, നിങ്ങൾ വലതുവശത്ത് വലയിറക്കുക. അവർക്ക് ഒത്തിരി മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈശോ പറയുന്നത് കേട്ടപ്പോൾ അവർക്ക് ഒത്തിരി മത്സ്യങ്ങൾ കിട്ടുന്നുണ്ട്. ഈശോയ്ക്ക് അറിയാം, തൻ്റെ അപ്പസ്തോലന്മാർ തന്നെ അവരുപേക്ഷിച്ചു പോയെങ്കിലും അവരെ ഉപേക്ഷിക്കാനായിട്ട് ഈശോയ്ക്ക് മനസ്സില്ലായിരുന്നു. ഈശോ അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഈശോയ്ക്ക് അറിയാം, തൻ്റെ മക്കള്, തൻ്റെ അപ്പസ്തോലന്മാര് മീൻപിടുത്തമായിട്ട് ഒത്തിരി സമയം ചെലവഴിച്ചപ്പോൾ അവർ ശാരീരികമായിട്ട് തളർന്നിരിക്കുന്നു. അവർക്ക് ഭക്ഷണമാണ് ഇപ്പോൾ ആവശ്യം എന്ന് അറിഞ്ഞ ദൈവം, കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുന്ന ദൈവം, അവർക്കായിട്ട് ഭക്ഷണം ഒരുക്കി വെച്ച് അവരെ പ്രാതലിനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ക്ഷണിക്കുന്ന ദൈവം. സ്നേഹമുള്ളവരെ, ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ കാര്യത്തിലും ശ്രദ്ധയുള്ളവനാണ് നല്ല ദൈവം. നമുക്കറിയാം, ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചിലപ്പോൾ ഒത്തിരി രോഗങ്ങൾ, സഹനത്തിൽ കൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകും. ഈശോ സൗഖ്യം നൽകുന്നവനാണ്. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ ശ്രദ്ധിക്കുന്നൊരു ദൈവമാണ് നമ്മുടെ ദൈവം. സങ്കീർത്തനം 107:20, അവൻ തൻ്റെ വചനമയച്ച് അവരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. പുറപ്പാട് 15:26, ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്.
നിയമാവർത്തനം 7:15 നമ്മുടെ പ്രകാരം പറയുന്നു, ഞാൻ നിങ്ങളിൽ നിന്ന് എല്ലാ രോഗങ്ങളെയും അകറ്റിക്കളയും. പ്രശ്നങ്ങളുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിൽ അതീവ താല്പര്യമുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്ന നല്ല ദൈവം. യെശയ്യാ 53:5 നമ്മുടെ പ്രകാരം പറയുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. 1 പത്രോസ് 2:24 അവൻ്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരായി. സ്നേഹമുള്ളവരെ, നമ്മുടെ ശരീരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ, വേദനകൾ, രോഗങ്ങൾ എല്ലാം അറിയുന്നവനാണ് ദൈവം. നമുക്ക് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നവനാണ് ദൈവം. നമ്മുടെ ശരീരത്തിന് വിശപ്പുണ്ടെങ്കിൽ ഭക്ഷണം നൽകാൻ ആഗ്രഹിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ വിശപ്പാണെന്ന് കണ്ടറിഞ്ഞ് അവർക്ക് ഭക്ഷണം ഒരുക്കി വെച്ച് അവരെ ക്ഷണിക്കുന്ന നല്ല ദൈവം നമ്മുടെ കാര്യത്തിലും അതേ താല്പര്യമുള്ള ദൈവമാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മുടെ സമാധാനമായിട്ട് മാറുന്നത് നമുക്കറിയാം. ഒരു മനുഷ്യൻ്റെ ആത്മാവ്, ശരീരം, മനസ്സ് എല്ലാ കാര്യങ്ങളിലും കെയറുള്ള, കൺസേണുള്ള ഒരു ദൈവം. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. അതുകൊണ്ടാണ് ഉത്തിതനായ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ് എന്ന് നാം പറയുക. നമുക്കറിയാം, തോമാസ് ലീഹ കർത്താവിന് മുമ്പിൽ വിശുദ്ധമായ വാശി കാണിച്ചപ്പോൾ ആ തോമസ് ലീഹയുടെ മുമ്പിൽ ഈശോ വീണ്ടും പ്രത്യക്ഷപ്പെടുകയാണ്. തൻ്റെ ശിഷ്യരുടെ മുമ്പിൽ തൊറ്റുകൊടുക്കാൻ, പരാജയപ്പെടാൻ തയ്യാറാകുന്ന നല്ല ദൈവം. എന്നിട്ട് ഈശോ തോമസ് ലീഹയോട് പറയുകയാണ്, നീ എൻ്റെ മുറിവുകൾ കാണുക, നീ എൻ്റെ വിലാവിൽ സ്പർശിക്കുക, അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. കർത്താവിൻ്റെ തിരുമുറിവുകൾ നമുക്കറിയാം. തിരുമുറിവുകൾ കാണണമെന്ന് തോമസ് ലീഹ വാശി പിടിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, എൻ്റെ വിലാവിൽ നീ സ്പർശിക്കുക എന്നുള്ളത്. ഒപ്പം നമുക്കറിയാം, കർത്താവിൻ്റെ മുറിവുകളാണ് അവിടുത്തെ തിരുവിലാവിൽ നിന്ന് ഒഴുകുന്ന തിരക്തം, തിരുജലവുമാണ് കൂദാശകളുടെ അടിസ്ഥാനം. കർത്താവിൻ്റെ കുരിശുമരണമാണ്. കൂദാശകൾ, സ്നേഹമുള്ളവരെ, നമ്മുടെ ആത്മാവിനെ ശക്തിപ്പെടുത്തും, നമ്മുടെ മനസ്സിനെ ശക്തിപ്പെടുത്തും, നമ്മുടെ ശരീരത്തിന് സൗഖ്യം നൽകും. അതുകൊണ്ടാണ് ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. ഉത്തരനായ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ് എന്ന് നാം വിശ്വസിക്കുന്നതും പഠിപ്പിക്കുന്നതും. ഇനി എങ്ങനെയാണ് ഉത്തിതനായ യേശുവിൻ്റെ സമ്മാനമായ സമാധാനം നമുക്ക് സ്വന്തമാക്കാനായിട്ട് സാധിക്കുക? അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 1:8 നാം നേരത്തെ കണ്ടതാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. റോമക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 5-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഈസ്റ്റർ ഈസ് നോൺ ആസ് ദ ഫീസ്റ്റ് ഓഫ് ഹോപ്പ്. പ്രത്യാശയുടെ തിരുനാൾ എന്നറിയപ്പെടുകയാണ്. അപ്പോൾ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. അതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക? പൗലോസിലെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം നമ്മുടെ ഇപ്രകാരം പറയുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റുന്നു. റോമക്കാർ എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം വാക്യം നമ്മൾ പറയുന്ന ഇപ്രകാരമാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു, വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. എന്നിട്ടാണ് പറയുക, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് എല്ലാം നന്മയ്ക്കായി കർത്താവ് മാറ്റുന്നു. കർത്താവ് ഒരിക്കലും പ്രകാരം പറഞ്ഞിട്ടില്ല, നിങ്ങളുടെ പ്രശ്നങ്ങൾ ഇല്ലാതാകുമെന്ന് കർത്താവ് നമ്മളോട് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഒരു അസ്വസ്ഥതകളും ഉണ്ടാകില്ല, രോഗങ്ങളുണ്ടാകില്ല, വേദനകൾ ഉണ്ടാകില്ല എന്ന് കർത്താവ് ഒരിക്കലും നമുക്ക് വാഗ്ദാനം നൽകിയിട്ടില്ല. പക്ഷെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഇതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും അതെല്ലാം നിങ്ങളുടെ നന്മയ്ക്കായി മാറ്റാൻ എനിക്ക് സാധിക്കും. ആർക്ക്? ദൈവത്തിന് സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ലൂക്ക 18:27. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നു കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നമ്മൾ നിറയപ്പെട്ട് കഴിയുമ്പോൾ, സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ശാന്തത അനുഭവിക്കാൻ, സമാധാനം സ്വന്തമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതം വളരെ ശാന്തമായിട്ട് ഒഴുകുന്ന ഒരു പുഴ പോലെ ഒഴുകും. നമ്മൾ പരിശുദ്ധാത്മാവിനെയൊക്കെ സ്വീകരിച്ചിട്ടുണ്ട്. മാമുദീസയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചിട്ടുണ്ട്. ഓരോ കുദാശകൾ സ്വീകരിക്കുമ്പോഴും നമ്മിലേക്ക് വരപ്രസാദം വരുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുന്നുണ്ട്. പക്ഷേ ഈ പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതിന് നമ്മൾ പ്രാർത്ഥിക്കണം. കുദാശകളുടെ സ്വീകരണം,
വചനവായന, ജപമാല പ്രാർത്ഥന, വ്യക്തിപരമായ മറ്റ് പ്രാർത്ഥനകൾ, സ്തുതിപ്പ്, ഇതൊക്കെയാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറയപ്പെടാനായിട്ട് നമ്മെ സഹായിക്കുക. നമ്മൾ പെന്തക്കോസ്ത് തിരുനാളായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കണം. നമ്മളുടെ പരിശുദ്ധാത്മാവിനെ കൂടുതലായിട്ട് ഉജ്ജ്വലിപ്പിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ നിവേശനമനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ക്രിസ്തുവിൻ്റെ സജീവ സാക്ഷികളായിട്ട് മാറാൻ നമുക്ക് പരിശ്രമിക്കാം. അപ്പോൾ ഉത്തിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൽ നിറയും. നമുക്ക് മറക്കാതിരിക്കാം, ഉത്തിതനായ യേശുവിൻ്റെ ഏറ്റവും വലിയ സമ്മാനം സമാധാനമാണ്. ക്രിസ്തു നമ്മുടെ സമാധാനമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുക? കാരണം ഒരു മനുഷ്യൻ്റെ സമഗ്രമായ രക്ഷ, സമഗ്രമായ സാൽവേഷൻ, അതാണ് കർത്താവ് ആഗ്രഹിക്കുക. ഉത്തിതനായ ഈശോയിൽ നമുക്കിതെല്ലാം കാണാൻ സാധിക്കും. മനുഷ്യൻ്റെ മനസ്സിൻ്റെ കരച്ചിൽ കണ്ട് അവനെ ശക്തിപ്പെടുത്തുന്ന നല്ല ദൈവം. ഭയപ്പെട്ടിരിക്കുമ്പോൾ ആത്മാവിനെ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് പരിശുദ്ധാത്മാവിന് നൽകിക്കൊണ്ട് അവൻ്റെ ആത്മാവിനെ ശക്തിപ്പെടുത്തുന്ന ദൈവം. വിശന്നിരിക്കുന്ന അപ്പസ്വലന്മാർക്ക് ഭക്ഷണം ഒരുക്കി വെച്ചുകൊണ്ട് അവരെ പ്രാതലിനായി ക്ഷണിക്കുന്ന ദൈവം. അങ്ങനെയുള്ള ദൈവം നമ്മുടെ സമഗ്രമായ രക്ഷ നമുക്ക് എപ്പോഴും സമാധാനം നൽകാൻ ആഗ്രഹിക്കുകയാണ്. കുദാശകളിൽ നിന്ന്, വചനത്തിൽ നിന്ന്, വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നിന്നൊക്കെ ശക്തി സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ വരദാനഫലങ്ങളാൽ നിറഞ്ഞ് എല്ലായിടത്തും സമാധാനം അനുഭവിക്കുന്നവരായി മാറാനും ഒപ്പം എല്ലായിടത്തും സമാധാനം സ്ഥാപിക്കുന്നവരായി തീരാനും നല്ലവനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഉത്തിതനായ ക്രിസ്തു നമ്മെല്ലാവരെയും അതിനായി സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.